ഇടത് സ്വതന്ത്ര MLA KT ജലീലിന്റെ ആരോപണങ്ങൾ തള്ളാതെ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. ദുബായിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയിൽ ജോലിയുള്ളതായി സമ്മതിച്ച PK ഫിറോസ് കമ്പനിയുടെ പേര് പറയാതെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മലക്കം മറിഞ്ഞു. മലയാളം സർവകലാശാല ഭൂമി ഇടപാടിൽ ജലീൽ ഇടപെട്ടെന്നും നിർണായക തെളിവുകൾ വൈകാതെ പുറത്തുവരുമെന്നും PK ഫിറോസ് വ്യക്തമാക്കി. കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവും വിദേശത്ത് ജോലിയുമുള്ള ഫിറോസ് മായാവിയാണെന്ന് KT ജലീൽ പരിഹസിച്ചു. PK ഫിറോസ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിക്കുന്നുവെന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ KT ജലീൽ ഉന്നയിച്ചതാണ് ഈ തുറന്ന പോരിന്റെ തുടക്കം. യൂത്ത് ലീഗ് നടത്തിയ കത്വ ഫണ്ടിലും ദോത്തി ചലഞ്ചിലും PK ഫിറോസ് കൈയിട്ട് വാരിയെന്നും ആ പണം ഉപയോഗിച്ച ട്രാവൽ ഏജൻസിയും വില്ല പ്രൊജക്ടും തുടങ്ങിയെന്നുമാണ് ജലീലിന്റെ ആദ്യ ആരോപണം. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോർച്യൂൺ ഹൌസ് എന്ന കമ്പനിയിൽ നിന്ന് ഫിറോസ് 5.25 ലക്ഷം രൂപ മാസശമ്പളം വാങ്ങുന്നതിന്റെ രേഖകൾ അടക്കം പുറത്തുവിട്ടായിരുന്നു ജലീലിന്റെ ഇത്തവണത്തെ രംഗപ്രവേശം. ആകെ 3 ലക്ഷം രൂപയാണ് 2021 നോമിനേഷൻ പേപ്പറിൽ അദ്ദേഹം തന്റെ ഇൻകമായിട്ട്, ഒരു വർഷത്തെ ഇൻകമായിട്ട് പറയുന്നത്. ശരിക്കും അദ്ദേഹം 2020 വരെ 12ാം മാസം വരെ 5.25 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയ ആളാണ്. എവിടെ? ദുബായിൽ. ഇവിടെ ഇരുന്നാണല്ലോ ജോലി. അപ്പൊ അവിടെ ശമ്പളം അവിടെ നിന്നിട്ട് സ്വാഭാവികമായിട്ടും അത് എത്തുമല്ലോ. അതെങ്ങനെ എത്തുന്നു? ജലീലിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ PK ഫിറോസ് ദുബായിൽ തനിക്ക് ബിസിനസ് ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ കമ്പനിയുടെ പേരോ കൂടുതൽ വിവരങ്ങളോ പറയാൻ തയ്യാറായില്ല. ഒപ്പം മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ജലീൽ കോടികളുടെ അഴിമതി നടത്തിയെന്ന് തിരിച്ചടിച്ചു. മലയാളം സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതിയുടെ നിർണായകമായ തെളിവുകൾ വരും ദിവസങ്ങളിൽ മാധ്യമ സമ്മേളനത്തിലൂടെ, പത്രസമ്മേളനത്തിലൂടെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ്. അതിൽ അഴിമതിയിൽ ജലീലിന് നേരിട്ട് പങ്കുള്ളതിൻ്റെ തെളിവുകളടക്കം എനിക്ക് ലഭ്യമാകുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് വെപ്രാളത്തിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ആരോപണങ്ങളുമായി എനിക്കെതിരെ വന്നിട്ടുള്ളത്. PK ഫിറോസിന് മറുപടിയുമായി വീണ്ടും എത്തിയ ജലീൽ ഫിറോസ് ദുബായിലെ ബിസിനസ് രേഖകൾ പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ടു. PK ഫിറോസ് കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണെന്ന് പരിഹസിച്ച KT ജലീൽ മലയാളം സർവകലാശാല ഭൂമി വിവാദം ലോകത്തിലെ ഏത് ഏജൻസിയെ കൊണ്ടുവേണമെങ്കിലും അന്വേഷിക്കട്ടെയെന്നും കൂട്ടിച്ചേർത്തു. റിപ്പോർട്ടർ, കോഴിക്കോട്.